ഹായ് എവരിവൺ, AKR PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവസ്വം LD ക്ലർക്കിൻ്റെ ഭാഗമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത്? രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. കുക്കുടക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏത്? കോഴിക്കോട്. കുക്കുടക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം കോഴിക്കോട്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ വിള ഏത്? നെല്ല്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ വിള നെല്ല്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത് എന്ന്? 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത് 2019 ജൂലൈ 22. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം സ്ഥാപിച്ചത് തിരുവനന്തപുരം. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. വില്ലുവണ്ടി സമരം നയിച്ചത് ആര്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളി. ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി? ചന്ദ്രഗുപ്ത മൗര്യൻ. ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യൻ. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോക്ലോറിൻ. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോക്ലോറിൻ. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആര്? ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥൻ. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? 3 പ്രാവശ്യം. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? 3 പ്രാവശ്യം. ചൈനയിലെ ഏത് പ്രദേശത്ത് നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? വുഹാൻ. ചൈനയിലെ ഏത് പ്രദേശത്ത് നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? വുഹാൻ. ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരൻ? സുനിൽ ഗവാസ്കർ. ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരൻ സുനിൽ ഗവാസ്കർ. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ആര്? ഫോസറ്റ്. വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഫോസറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ കടലോരമില്ലാത്ത ജില്ല ഏത്? കോട്ടയം. താഴെ തന്നിരിക്കുന്നതിൽ കടലോരമില്ലാത്ത ജില്ല കോട്ടയം. ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത്? നാണയ പഠനം. ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് നാണയ പഠനം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം? കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയം. ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. തിരുവനന്തപുരത്തെ VJT ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേര്? അയ്യങ്കാളി ഹാൾ. തിരുവനന്തപുരത്തെ VJT ഹാളിൽ നൽകിയിരിക്കുന്ന പുതിയ പേര് അയ്യങ്കാളി ഹാൾ. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു? റാണി ഗൗരി ലക്ഷ്മി ഭായ്.
തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു? റാണി ഗൗരി ലക്ഷ്മി ഭായ്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിക്കപ്പെട്ട വർഷം 1904. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിക്കപ്പെട്ട വർഷം 1904. യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. ചന്ദ്രയാൻ 2 സഹകരിച്ച വിദേശ രാജ്യം റഷ്യ. ചന്ദ്രയാൻ 2 സഹകരിച്ച വിദേശ രാജ്യം റഷ്യ. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യമേത്? അഫ്ഗാനിസ്ഥാൻ. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഒരു ലോഹമൂലകത്തിന്റെ സാന്നിധ്യമുള്ള സംയുക്തം കറിയുപ്പ്. ഒരു ലോഹമൂലകത്തിന്റെ സാന്നിധ്യമുള്ള സംയുക്തം കറിയുപ്പ്. മാസിന്റെ യൂണിറ്റായ കിലോഗ്രാം എന്നതിൻ്റെ പ്രതീകമാണ് kg. മാസിന്റെ യൂണിറ്റായ കിലോഗ്രാം എന്നതിൻ്റെ പ്രതീകമാണ് ഓപ്ഷൻ എ ആണ് kg. സ്മോൾ ലെറ്റർ kg ആണ്. ബ്രൗൺ എനർജി അല്ലാത്തത് സൗരോർജം. ബ്രൗൺ എനർജി അല്ലാത്തത് സൗരോർജം. ഒരു സദിശ അളവാണ് ആക്കം. ഒരു സദിശ അളവാണ് ആക്കം. അപ്പക്കാരത്തിന്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരത്തിന്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്. മനുഷ്യശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 മില്ലിമീറ്റർ മെർക്കുറി. മനുഷ്യശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 മില്ലിമീറ്റർ മെർക്കുറി. എഴ്സീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം പ്ലേഗ്. എഴ്സീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം പ്ലേഗ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. സസ്യങ്ങളിൽ പാകമായി ഇലകളും കായ്ക്കളും പൊഴിക്കുന്ന രാസഘടകം അബ്സസിക് ആസിഡ്. സസ്യങ്ങളിൽ പാകമായി ഇലകളും കായ്കളും പൊഴിക്കുന്ന രാസഘടകം അബ്സസിക് ആസിഡ്. പൂഞ്ഞിട്ട് വളർന്ന് ഫലമുണ്ടാകുന്ന ഉദാഹരണമാണ് കശുമാങ്ങ. പൂഞ്ഞിട്ട് വളർന്ന് ഫലമുണ്ടാകുന്ന ഉദാഹരണമാണ് കശുമാങ്ങ. കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി. കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. വേദാംഗങ്ങളുടെ സംഖ്യ 6. വേദാംഗങ്ങളുടെ സംഖ്യ 6. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചതാര്? നാരായണ ഭട്ടതിരി. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് നാരായണ ഭട്ടതിരി. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കര. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കര. പുരാണങ്ങളുടെ എണ്ണം 18. പുരാണങ്ങളുടെ എണ്ണം 18. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ശരീരം. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ശരീരം. സോപാന സംഗീതം മുഖ്യമായി ഏതു ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? ഗീതാഗോവിന്ദം. സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? ഗീതാഗോവിന്ദം. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ഗുരുവായൂരിൽ. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ഗുരുവായൂരിൽ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ഡാഷ് ഭാഗം നിർദ്ദേശത്തെ വ്യാഖ്യാനിക്കുകയും പ്രോസസ്സിങ്ങിനായി ഡേറ്റ കൈമാറുകയും ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ഡാഷ് ഭാഗം നിർദ്ദേശത്തെ വ്യാഖ്യാനിക്കുകയും പ്രോസസ്സിങ്ങിനായി ഡേറ്റ കൈമാറുകയും ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റ്.
കമ്പ്യൂട്ടറിൽ നിന്നുള്ള അച്ചടിച്ച ഔട്ട്പുട്ടിനെ വിളിക്കുന്നത് ഹാർഡ് കോപ്പി. കമ്പ്യൂട്ടറിൽ നിന്നുള്ള അച്ചടിച്ച ഔട്ട്പുട്ടിനെ വിളിക്കുന്നത് ഹാർഡ് കോപ്പി. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷന് ശേഷം കണ്ടെത്തിയ ബഗ്ഗുകൾ പരിഹരിക്കുന്നതിന് ഡാഷ് പ്രയോഗിക്കുന്നു. പാച്ച്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷന് ശേഷം കണ്ടെത്തിയ ബഗ്ഗുകൾ പരിഹരിക്കുന്നതിന് ഡാഷ് പ്രയോഗിക്കുന്നു. പാച്ച്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാന മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്നത് ബൂട്ടിംഗ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാന മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്നത് ബൂട്ടിംഗ്. ഒരു കിലോബൈറ്റ് മെമ്മറി ഡാഷ് ബൈറ്റുകൾക്ക് തുല്യമാണ് 1024. ഒരു കിലോബൈറ്റ് മെമ്മറി ഡാഷ് ബൈറ്റുകൾക്ക് തുല്യമാണ് 1024. ഒരു പ്രത്യേക പ്രോബ്ലം പരിമിതമായ ഘട്ടങ്ങളിൽ പരിഹരിക്കുന്നതിന് ഒരു നിർദ്ദിഷ്ട ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടം പ്രോഗ്രാം. ഒരു പ്രത്യേക പ്രോബ്ലം പരിമിതമായ ഘട്ടങ്ങളിൽ പരിഹരിക്കുന്നതിന് ഒരു നിർദ്ദിഷ്ട ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് പ്രോഗ്രാം. ഇനി പറയുന്നവയിൽ ഏത് ഔട്ട്പുട്ട് ഉപകരണമല്ല? ഔട്ട്പുട്ട് ഉപകരണമല്ലാത്തത് ഹാർഡ് ഡ്രൈവ്. താഴെ പറയുന്ന ഔട്ട്പുട്ട് ഉപകരണമല്ലാത്തത് ഹാർഡ് ഡ്രൈവ്. നെറ്റ്വർക്കിൽ വിഭവങ്ങൾ പങ്കിടാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുന്നത് സർവർ. നെറ്റ്വർക്കിൽ വിഭവങ്ങൾ പങ്കിടാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുന്നത് സർവർ. ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ ആശ്രയിച്ചിരിക്കുന്നത് സ്ക്രീനിന്റെ പിക്സലുകളുടെ എണ്ണം. ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ ആശ്രയിച്ചിരിക്കുന്നത് സ്ക്രീനിന്റെ പിക്സലുകളുടെ എണ്ണം. വെബ് ഡോക്യുമെന്റ്സ് പ്രദർശിപ്പിക്കുകയും ഡോക്യുമെന്റ്സ് ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നത് വെബ് ബ്രൗസർ. വെബ് ഡോക്യുമെന്റ്സ് പ്രദർശിപ്പിക്കുകയും ഡോക്യുമെന്റ്സ് ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നത് വെബ് ബ്രൗസർ. ഇമെയിൽ ഐ ഡിയുടെ 2 ഭാഗങ്ങൾ യൂസർ നെയിമും ഡൊമൈൻ നെയിമും. ഇമെയിൽ ഐ ഡിയുടെ 2 ഭാഗങ്ങൾ യൂസർ നെയിമും ഡൊമൈൻ നെയിമും. സ്വയം പകർത്താനും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ വൈറസ്. സ്വയം പകർത്താനും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ വൈറസ്. താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധിക്കാൻ ഫയർവാളുകൾ ഉപയോഗിക്കുന്നു? അനധികൃത ആക്സസ്. താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധിക്കാൻ ഫയർവാളുകൾ ഉപയോഗിക്കുന്നു? അനധികൃത ആക്സസ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാന നേതാവാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാന നേതാവാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. പ്രമാണങ്ങളിൽ എല്ലാ പേജിൻ്റെയും മുകളിൽ സമാന വിവരങ്ങൾ ചേർക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഹെഡർ. പ്രമാണങ്ങളിൽ എല്ലാ പേജിൻ്റെയും മുകളിൽ സമാന വിവരങ്ങൾ ചേർക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഹെഡർ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ദേവസ്വം ബോർഡ് LDയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.